പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ആറന്മുളയിൽ UDF മത്സരിക്കുന്നത് CJP മുന്നണിയോടാണെന്ന് അബിൻ വർക്കി 24നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ മുൻതൂക്കം നേടാനായത് UDF ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അബിൻ വർക്കി മണ്ഡലത്തിൽ സജീവമായിരുന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ പേരുള്ളതിനാൽ അബിൻ വർക്കി പ്രചാരണം വേഗത്തിലാക്കി. തിരഞ്ഞെടുപ്പ് കളം ചൂടുപിടിച്ചതോടെ അബിൻ വർക്കിയും കൂട്ടരും മണ്ഡലം LDFിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജിനെ ഇരുത്തി മണ്ഡലത്തിലെ വികസന മുരടിപ്പടക്കം എടുത്തു പറഞ്ഞത് വോട്ടർമാർ ഏറ്റെടുത്തെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ശബരിമലയെ പോലെ ഈ നാട്ടിലെ വിശ്വാസികളുടെ, അത് അയ്യപ്പ വിശ്വാസികൾ എന്നുള്ളതല്ല, ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ സംഭവം നടന്ന മണ്ണാണ്, അയ്യൻ്റെ മണ്ണാണ്. ഈ മണ്ണിൽ ചവിട്ടി നിന്നാണ് സ്വർണം കട്ടെടുത്തത്. അപ്പോൾ അതൊരു വിഷയമാവും. അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആറന്മുളയിൽ LDFും BJPയും ഒരുമിച്ചുള്ള CJP മുന്നണിയോടാണ് പോരാട്ടമെന്നാണ് UDFിന്റെ പ്രധാന പ്രചരണം. ഈ മത്സരത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇനി വോട്ടുകൾ ഇവർ തമ്മിൽ കച്ചവടം നടത്തിയാൽ പോലും അത് വിജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. റോഡ് ഷോയും നഗര കേന്ദ്രീകൃത വോട്ടഭ്യർത്ഥനയും അടങ്ങുന്ന ക്യാമ്പയിന്റെ ആദ്യഘട്ടം UDF പൂർത്തിയാക്കി. ഷിജോ കുര്യൻ, 24, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.